ഹായ് മക്കളെ, അങ്ങനെ ഇതാ കെമിസ്ട്രി എക്സാമും കഴിഞ്ഞ് നമ്മുടെ അവസാനത്തെ പരീക്ഷ ബയോളജിയിലേക്ക് എത്തി നിൽക്കുകയാണ് അല്ലേ. നിങ്ങളെല്ലാം കാത്തിരുന്ന അവസാന ദിവസം നമ്മുടെ ബയോളജിയിലൂടെയാണ് കടന്നു പോകാൻ പോകുന്നത്. പക്ഷേ ഈ ബയോളജിയും കുറച്ച് പ്രശ്നക്കാരനാണ്. വെറുതെ പറയാൻ വേണ്ടി മിസ് പറയുന്നതല്ല. നമ്മൾ മോഡൽ എക്സാമിന് കണ്ടതുപോലെ തന്നെ ചില ക്വസ്റ്റ്യൻസ് വരുന്നത് നമ്മളെ വല്ലാതെ കുഴപ്പിക്കും. അപ്പോൾ ഈ അവസാനത്തെ പരീക്ഷ ആയതുകൊണ്ട് ചിലരിൽ മടിയൊക്കെ വളർന്നു തുടങ്ങുന്ന സമയമാണ്. 2 ദിവസം എങ്ങനെയെങ്കിലും കഷ്ടപ്പെടുത്ത് പഠിച്ച് എങ്ങനെയും പോകണം എന്നൊക്കെ ആയിരിക്കും നിങ്ങളുടെ മനസ്സിലൂടെ ഇപ്പോൾ പോവുക. അപ്പോൾ അതൊക്കെ നിങ്ങൾ എങ്ങനെ ചിന്തിച്ചാലും ഏറ്റവും വളരെ കുറഞ്ഞ സമയം കൊണ്ട് നല്ല രീതിയിൽ പഠിച്ച് പ്രിപ്പയർ ചെയ്യാൻ നിങ്ങളെ ഏറ്റവും നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനുമാണ് ഞങ്ങൾ ഇവിടെ ഉള്ളത്. അപ്പോൾ അവസാനത്തെ പരീക്ഷയായി ബയോളജി നമുക്ക് സെറ്റ് ആക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബയോളജീൻ്റെ 8 ചാപ്റ്റേഴ്സ്, നമുക്ക് ആകെയുള്ള 8 പാഠഭാഗങ്ങളും ഏറ്റവും നല്ല രീതിയിൽ ടു സെഡ് കോൺസെപ്റ്റ് ക്ലിയർ ആക്കാനാണ് ഇന്ന് വൈകുന്നേരം 3 മണിക്കുള്ള നമ്മുടെ ലൈവ് തുടങ്ങുന്നത്. അപ്പോൾ ഈ ഒരു ലൈവ് എന്ന് പറയുന്നത് ഏറ്റവും നല്ല രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം, അത് ഉപയോഗപ്പെടുത്തണം. ഫ്രൂട്ട്ഫുൾ ആവുന്ന രീതിയിൽ ഏറ്റവും നല്ല രീതിയിൽ 1 തൊട്ട് എല്ലാ കോൺസെപ്റ്റും നിങ്ങൾക്ക് ക്ലിയർ ആക്കി പഠിപ്പിച്ച് സെറ്റ് ആക്കാനാണ് ഇന്ന് വൈകിട്ടത്തെ ഈ ലൈവ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ലൈവിലേക്ക് എല്ലാ മക്കളും നിങ്ങളുടെ ഫ്രണ്ട്സിനെ കൂട്ടി വരണം. നമുക്ക് നല്ല രീതിയിൽ, കാരണം ഞാൻ പറഞ്ഞല്ലോ, ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ വരുന്ന ക്വസ്റ്റ്യൻസിനെ നമ്മൾ നേരിടണമെങ്കിൽ എല്ലാ മൂലയിൽ നിന്നുള്ള കോൺസെപ്റ്റ് നമ്മൾ ക്ലിയർ ആക്കിയിട്ട് പോകണം. ഇപ്പോൾ ഓണപരീക്ഷയ്ക്ക് പഠിച്ചതുപോലെ 1ാമത്തെ 2ാമത്തെ ചാപ്റ്റർ പിന്നീട് നമ്മൾ പഠിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ അതും പഠിച്ചിരിക്കണം. ആനുവൽ എക്സാമിന് അത്യാവശ്യം വെയിറ്റേജ് ഉള്ള ചാപ്റ്ററാണ് ആദ്യത്തെ 2 ചാപ്റ്ററും, അതുപോലെ തന്നെ 3ാമത്തേതും. സോ ആ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ നിങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. ഇനി മിസ്സേ, അപ്പോൾ ചോദ്യങ്ങൾ എങ്ങനെ നമ്മൾ പഠിക്കും? ഈ കോൺസെപ്റ്റ് കംപ്ലീറ്റ് നമ്മൾ ക്ലിയർ ആയി തിയറി എല്ലാം റെഡിയാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിറ്റേ ദിവസം, അതായത് 25ാം തീയതി രാത്രി വൈകിട്ട് നമ്മൾ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് വേണ്ട 100% ഷുവർ ക്വസ്റ്റ്യൻസുമായിട്ട് ഞങ്ങൾ വരുന്നതാണ്. അപ്പം പ്രിറ്റി മിസ്സും ഉണ്ടാകും, ഫാസിൽ സാറും ഉണ്ടാകും. ഏറ്റവും നല്ല രീതിയിൽ തന്നെ നമുക്ക് ഈ 2 ദിവസം അങ്ങേയറ്റം കഷ്ടപ്പെട്ട് തന്നെ നമുക്ക് പഠിക്കണം. ബയോളജി എന്ന് പറയുന്ന ഫുൾ മാർക്ക് തന്നെ നമുക്ക് നേടിയെടുക്കണം. അപ്പോൾ A+ വാങ്ങാൻ എളുപ്പമുള്ള സബ്ജക്റ്റാണ്, പക്ഷേ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് കൈവിട്ട് പോവുകയും ചെയ്യും. സോ ആ ഒരു റിസ്ക് ഒന്നും നമുക്ക് എടുക്കേണ്ടതില്ല. ഫുൾ കോൺഫിഡൻസിൽ ഏറ്റവും ആത്മവിശ്വാസത്തോടു കൂടെ നമുക്ക് പരീക്ഷയെ നേരിടണം. സോ ഈ 2 ലൈവ് നിങ്ങൾ മിസ്സാക്കരുത്. അത് കഴിഞ്ഞ് രാവിലെ നിങ്ങൾ 26ാം തീയതി എക്സാമിന് പോകുമ്പോൾ രാവിലെ നിങ്ങൾക്ക് മോർണിംഗ് ബൂസ്റ്ററും ഉണ്ടാകും. സോ ഇതാണ് നമ്മുടെ ബയോളജിയുടെ പ്ലാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്ലാനിൻ്റെ കൂടെ നിങ്ങളും ഞങ്ങളുടെ കൂടെ തന്നെ വരണം. ഏറ്റവും നല്ല രീതിയിൽ ഏറ്റവും അടിപൊളിയായിട്ട് തന്നെയാണുള്ള ലൈവുകളും ക്ലാസ്സുകളുമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. സോ മക്കളെ, സീ യു സൂൺ ഇൻ ദ ലൈവ്. ഏറ്റവും അടിപൊളിയായിട്ട് തന്നെ നമുക്ക് പഠിക്കാം.